കൂർപ്പിച്ചു പിടിച്ച ചെവികൾ, വിറയ്ക്കുന്ന ചുണ്ട്, കനലെരിയുന്ന കണ്ണുകൾ. ആ മുന്തിരിങ്ങാ നേത്രങ്ങൾക്ക് പിടിക്കരുതാത്ത ഏതോ ഒരു വാഹനം റോഡിലൂടെ കടന്നു പോയിട്ടുണ്ട്. സ്ഥിരം പോകുന്ന വണ്ടികളല്ലാതെ പുതിയതേതെങ്കിലും കണ്ടാൽ ശത്തൻ ഇങ്ങനെ പ്രതികരിക്കും. പട്ടിയോ പൂച്ചയോ ആടോ പശുവോ ഒക്കെ ആണെങ്കിൽ ഇപ്പം കാണായിരുന്നു. ശത്തനിലെ ഉറങ്ങിക്കിടക്കുന്ന സിംഹം സടകുടഞ്ഞെണീറ്റ് ഒരു ഗർജനവുമായിട്ട് ചാടി ഇറങ്ങിയേനെ. പിന്നുണ്ടല്ലോ, ഈ പോത്തുകിടാവിന് ആടിനെ കണ്ട പട്ടിയാണെന്നാണ് വിചാരം. ഈ ഹാളിലിരുന്നാൽ കാണാം റോഡിലൂടെ പോകുന്നവരെ. ഇയാളുടെ വിചാരം ആ റോഡ് ഇയാളുടെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണെന്ന്. ഈയിടെ ഒരു ദിവസം ഉണ്ടല്ലോ, ഒരു സ്കൂൾ ബസ് പോയപ്പോൾ ഈ പൊട്ടന് പതിവില്ലാതെ കുരയ്ക്കുന്നു. എന്നും പോകുന്ന ബസ്സല്ലേ, എന്തിനാ ഈ പോത്തുകിടാവ് കുരയ്ക്കുന്നതെന്ന് ഞാൻ വിചാരിച്ച്. ചുമ്മാ കിടന്ന് കുരയ്ക്കുന്നതിന് ഞാൻ വഴക്കും പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ആ മുണിയെടുക്കാത്ത സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഇതാ വരുന്ന അടുത്ത ബസ്. കുട്ടി മിണ്ടുന്നില്ല. അപ്പോൾ ഇതാണ് പതിവ് ബസ്. ആദ്യം വന്നത് വേറെ ബസ്സായിരുന്നു. രണ്ടും ഒരുപോലുള്ള ഒരേ സ്കൂളിൻ്റെ ബസ്സായതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ കുട്ടിക്ക് മനസ്സിലായി. തെറ്റ് എൻ്റേത് മാത്രം. സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ അവൻ എന്നെ തിരിച്ചു പറഞ്ഞേനെ അമ്മയാ പോത്തിൻ്റെ കിടാവെന്ന്.